ഇപ്പോൾ പരാതിക്കാരൻ കൂടിയായി ദിനൂബയിൽ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ദിനൂബയിൽ, എന്തായിരുന്നു പരാതിയിൽ താങ്കൾ ആവശ്യപ്പെട്ടിരുന്നത്? ഇപ്പോൾ ഒരു 7 ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ എറണാകുളം ജില്ലാ SP-യോട് SC/ST വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെ കാണും? നിലവിൽ കൃഷ്ണകുമാറിന്റെ പ്രായം വെച്ച് നോക്കിയാൽ തന്നെ ഈ ഇൻസിഡന്റ് നടക്കുന്നത്, അദ്ദേഹം പറയുന്നത് സത്യമാണെങ്കിൽ ഈ ഇൻസിഡന്റ് നടക്കുന്നത് SC/ST അട്രോസിറ്റി ആക്ടും പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ടും നിലവിൽ വന്നതിന് ശേഷമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കുഴികുത്തി കഞ്ഞി കൊടുത്തു എന്ന് പറയുന്നത് തന്നെ പ്രത്യക്ഷത്തിൽ ഒരു അട്രോസിറ്റിയാണ്. അതോടൊപ്പം തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ടിന്റെ സെക്ഷൻ 7 ക്ലോസ് C പ്രകാരം ഏതെങ്കിലും രീതിയിൽ പ്രത്യക്ഷമായി മാത്രമല്ല പരോക്ഷമായി പോലും അയിത്താചരണത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാചകമോ എന്തെങ്കിലും രീതിയിലൊരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് വാചകമാവാം, എന്തെങ്കിലും രീതിയിലൊരു റെപ്രസെന്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതും കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് പ്രകാരമാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. കടുത്ത ജാതി വെറിയും വംശവെറിയും ഒപ്പം ഈ അയിത്തത്തെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയും ഈ ജാതി വെറിയെ വലിയ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പരാമർശമാണ്. അതൊരു വലിയ തെളിവായി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പരാമർശമുണ്ട് താനും. അപ്പോൾ കാര്യക്ഷമമായൊരു അന്വേഷണം, വലിയൊരു തെളിവ് മുന്നിലുണ്ടല്ലോ, ഒരു അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയുണ്ടോ അങ്ങക്ക്? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതും കുറ്റകൃത്യത്തിൽ ആനന്ദം കണ്ടെത്തുക എന്നുള്ളതും വളരെ കൃത്യമായി അദ്ദേഹത്തിനെ പോലെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ മനസ്സ് പേറുന്ന ഒരാൾക്കാണ് സാധിക്കുന്നത്. ആയതിനാൽ തന്നെ ഇതിനകത്ത് കൃത്യമായി ഇങ്ങനെ ഒരു പരാമർശം നടത്തിക്കൊണ്ട് വെറുതെ പോകാം എന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്കകത്ത് ഉണ്ടാവരുത്. കാരണം ഇന്ത്യക്കകത്ത് ഒരു നിയമവ്യവസ്ഥ ഉണ്ടെന്നും ആർട്ടിക്കിൾ 17 പ്രകാരം അൺടച്ചബിലിറ്റിയെ പ്രോഹിബിറ്റ് ചെയ്യുന്ന ഒരു ഭരണഘടനയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു രാഷ്ട്രം മനസ്സിൽ സ്വപ്നം കാണുന്ന വ്യക്തികൾ ബേസിക്കായി മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന നിലവിലുള്ളതിനാൽ തന്നെ അതിന് അനുസൃതമായി മാത്രമേ ഇവർക്ക് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇത്തരം ഭൂതകാലക്കുള്ളിലൊക്കെ ഇവർക്ക് ഉണ്ടാകണമെങ്കിൽ അത് സ്വന്തം വീടിനകത്ത് അവർ അത്തരം പ്രവർത്തികൾ സ്വയം ചെയ്തോട്ടെ. അല്ലാതെ മറ്റുള്ള ഒരു മനുഷ്യനെ ഹീനമായി കരുതുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യനും അധികാരം ഭരണഘടന നൽകുന്നില്ല. അതിനാൽ തന്നെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന വ്യക്തികൾ മിനിമം അവരുടെ മാനവിക മൂല്യങ്ങളെ കുറിച്ച് പുനർവിചിന്തനം നടത്തണം എന്ന് തന്നെയാണ് കരുതുന്നത്. സംഘപരിവാർ രാഷ്ട്രീയം പേറുന്നതിന്റെ ഭാഗമായി ഉള്ളിൽ നിന്നും തികട്ടി വരുന്ന ഒരു മനോഭാവം എന്നുള്ള നിലക്കാണോ അങ്ങ് ഇതിനെ കാണുന്നത്? അതോ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇതിനെയൊക്കെ മഹത്വവൽക്കരിച്ച് കാണുന്ന ആളുകൾ, ഒരു 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 വരേണ്യത പേറുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നോ? തീർച്ചയായും കേരളത്തിനകത്ത് സാക്ഷരത ഇപ്പൊ വർദ്ധിച്ചു നിൽക്കുന്ന സമയത്ത് പോലും ജാതീയ മനസ്സിന് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്കും യാതൊരു സംശയവുമില്ല. പക്ഷെ തീർച്ചയായും ഇസ്രായേൽ പാലസ്തീൻ അടക്കമുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് പോലും ഇസ്രായേലിനൊപ്പം നിലപാട് എടുക്കുന്ന ഒരു മനുഷ്യൻ, സമാനമായിക്കൊണ്ട് വ്യത്യസ്ത സമയങ്ങൾക്കകത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനുള്ള ചായ്വ് കൃത്യമായി വിലയിരുത്തിയിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സവർണതയിൽ നിന്നുകൊണ്ടാണ്, ആ പ്രിവിലേജിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു കുറ്റകൃത്യത്തെ പോലും വളരെ സിമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത്. ഒരുപാട് രീതിയിൽ ഇതിനെതിരെ വിമർശനങ്ങൾ വരികയും ഇത്തരം കൊടികുത്തി കഞ്ഞി കുടിക്കേണ്ടി വന്ന മനുഷ്യരുടെ ഇന്നത്തെ തലമുറ എന്ന നിലയിൽ ഞങ്ങൾ അടക്കമുള്ള മനുഷ്യർ അതിനോട് പ്രതിഷേധം അറിയിക്കുമ്പോൾ പോലും ഒന്ന് ക്ഷമ പറയാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ബോധമാണ് അദ്ദേഹം കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നന്ദി ശ്രീ ദിനൂബയിൽ വാർത്തയോട് പ്രതികരിച്ചതിന്.